ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 100-ലധികം വെറൈറ്റി പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഫ്രൂട്ട്സ് പ്ലാന്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ അവയുടെ നെയിം എഴുതി വയ്ക്കുകയോ ചെയ്ത ശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൊറിയർ ചാർജ് കൂടാതെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 1/2 കിലോ ഫെർട്ടിലൈസർ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. 2000 രൂപയും അതിനു മുകളിലുമുള്ള പർച്ചേസിന് 1 കിലോ ഫെർട്ടിലൈസർ ആയിരിക്കും ലഭിക്കുന്നത്. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. 100-ലധികം വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും ഒരുപാട് വിശദമായി പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത്. വീഡിയോയിൽ ആദ്യമായി വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് അകത്തും പുറത്തും നിങ്ങൾക്ക് അനായാസം വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഓവർ വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിനെ വളരെ എളുപ്പത്തിൽ തന്നെ ബോൺസായി ആക്കിയെടുക്കുവാനും സാധിക്കും. ഇതൊരു ലീഫി പ്ലാന്റാണ്. നല്ല വെയിലത്തും ഷെയ്ഡിലും ഒരുപോലെ വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് മധുമാലതിയുടെ ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ്. ഇതിന് 300 രൂപയാണ് പ്രൈസ് വരുന്നത്. ഡബിൾ പെറ്റൽ നല്ല സുഗന്ധമുള്ള പൂക്കളോട് കൂടിയൊരു പ്ലാന്റ് കൂടിയാണിത്. റംഗൂൺ ക്രീപ്പർ എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നോർമലി ഇതിൻ്റെ സിംഗിൾ പെറ്റലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റാണ് 300 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് മാംഗോസ്റ്റീൻ ആണ്. മാംഗോസ്റ്റീൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ലഭിക്കുന്നത്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മാംഗോസ്റ്റീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴങ്ങളുടെ റാണി എന്നാണിത് അറിയപ്പെടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. പ്ലാന്റ് സൈസ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ സ്നോ റോസ് ആണ്. സ്നോ റോസ് ഇതിന് മുമ്പും നമ്മൾ ഓഫർ വീഡിയോയിൽ ഇട്ടിരുന്നു. അന്ന് കോംബോ ഓഫറായിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഡബിൾ പെറ്റൽ മാത്രം ആവശ്യമുള്ളവർക്ക് ഇതിൽ നിന്നും പ്ലാന്റ് വാങ്ങാവുന്നതാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ആയിരക്കണക്കിന് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടി കൂടിയാണ് ഈ സ്നോ റോസ് പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റോസിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് അല്ല. നെക്സ്റ്റ് വൺ എലിയോകാർപ്പസ് ആണ്. എലിയോകാർപ്പസ് നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കണ്ട് നല്ല പരിചയമുള്ളൊരു പ്ലാന്റ് ആയിരിക്കും. ഹാർഡി വെറൈറ്റിയാണ്. ബുഷി പ്ലാന്റ് ആണ്. അതായത് സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇത് സീസണൽ അല്ല, എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത പൂക്കളുണ്ടാകും. നെക്സ്റ്റ് വൺ മണിമുല്ലയാണ്. മണിമുല്ല ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഇത് സീസണലാണ്. എന്നാൽ ഒരു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി മാസത്തോളം ഇതിൽ പൂക്കളുണ്ടാവുന്നുണ്ട്. ഇത് സ്ലോ ഗ്രോത്ത് അല്ല എന്ന് പറഞ്ഞിരുന്നു നേരത്തെ. പെട്ടെന്ന് തന്നെ പടർന്ന് കയറി ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. കലാത്തിയ ഡോട്ടി. 240 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ. പ്ലാന്റ് സൈസ് എല്ലാവരും കറക്റ്റ് ശ്രദ്ധിക്കണം. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, എന്നാൽ ചെറുതാണെങ്കിൽ കൂടിയിട്ടും നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റാണ്. വിത്ത് പോട്ടായിട്ടാണ് ഈ പ്ലാന്റ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ഹാങ്ങിങ് പെഡിലാന്തസ് ആണ്. പെഡിലാന്തസിൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ടൈപ്പാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ജിഫി പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് ബ്രൻഫെൽസിയാണ്. ഈ വെരിഗേറ്റഡ് ബ്രൻഫെൽസിയ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയെ അപേക്ഷിച്ച് നല്ല സുഗന്ധമുള്ള, നാടൻ വെറൈറ്റി പോലെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ വെരിഗേറ്റഡ് ബ്രൻഫെൽസിയയ്ക്ക് വരുന്നത്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നും ഇതിന് പേരുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ ആണ് കേട്ടോ. മഡഗാസ്കർ ജാസ്മിൻ്റെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, നല്ല ക്രീപ്പ് ചെയ്ത് നിൽക്കുന്ന വലിയ പ്ലാന്റാണ്. ചിലതിലൊക്കെ ഇനിയും പൂക്കളും മൊട്ടുകളും ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. കുറേ പൂക്കളായി തുടങ്ങിയ കുറേ പ്ലാന്റ്സ് നമുക്ക് സെയിലായിപ്പോയി. ഇനിയുള്ള പ്ലാന്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. ചിലതിലൊക്കെയാണ് മുട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഫ്ലൈവൈനാണ്. പൂക്കളില്ലാത്ത സമയം വളരെ കുറവാണ്. അടഞ്ഞ മഴയിൽ മാത്രമാണ് കുറച്ചൊന്ന് പൂക്കൾ കുറയുന്നത്. ബാക്കി എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട്. പെട്ടെന്ന് പടർന്നു കയറി പൂക്കളുണ്ടാവുന്നൊരു വെറൈറ്റിയാണിത്. മാത്രമല്ല പ്ലാന്റ് ഒരുപാട് മെച്ചറാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അയച്ചു തരുന്ന ആ ഒരു ചെറിയ പ്ലാന്റിൽ പോലും പൂക്കളും മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ക്രീപ്പ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ വരുന്നത് അഗ്ലോണിമയുടെ സൂപ്പർ വൈറ്റ് ആണ്. വെറും 200 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഒരു 5-6 ലീഫൊക്കെ ആയി തുടങ്ങിയ നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ കനകാംബരത്തിൻ്റെ ഡ്വാഫ് വെറൈറ്റി ആണ് കേട്ടോ.
ഒരുപാട് ഉയരം വെച്ച് പോകുന്ന ഒരു വെറൈറ്റി അല്ല. ചെറിയ പ്ലാന്റിൽ ഈ അയച്ചു തരുന്ന ഒരു പ്ലാന്റ് സൈസ് കണ്ടില്ലേ, ഇതിൽ തന്നെ ചിലതിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് നിക്കാഡിയ പ്ലാന്റ് ആണ്. നിക്കാഡിയ പ്ലാന്റിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല ഇലകൾക്കും നല്ല ഭംഗിയാണ്. സിൽവർ ഷെയ്ഡിലുള്ള ലീഫുകളാണ് നിക്കാഡിയ പ്ലാന്റ്സിനുള്ളത്. ഇത് വെള്ളം കൂടി കഴിഞ്ഞാലാണ് ഈ പ്ലാന്റിന് ഡാമേജ്. നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവുന്നത്. അടുത്തതായിട്ട് അലമാണ്ട പ്ലാന്റ്സ് ആണ്. അലമാണ്ടയുടെ ഈ ഒരു ചന്ദന കളറിലുള്ള, അതായത് ഒരു സാൻഡൽ കളറിലുള്ള പ്ലാന്റ്സിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. പൂക്കളായ പ്ലാന്റ്സ് അല്ല കേട്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ മജന്ത ഡേസിയാണ്. ഈ മജന്ത ഡേസിയുടെ മൾട്ടി പെറ്റലാണ് കേട്ടോ, ഡബിൾ പെറ്റലും അല്ല, മൾട്ടി പെറ്റലായിട്ട് നല്ല തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് അടുത്ത കാലങ്ങളിലാണ് നമ്മുടെ നഴ്സറികളിലൊക്കെ ഇത്ര കോമൺ ആയിട്ട് എത്തിത്തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ വൈറ്റും ബ്ലൂവും മാത്രമാണ് നമ്മളടുത്തൊക്കെ ഉണ്ടായിരുന്നത്. പിങ്കും അവൈലബിൾ ആയിരുന്നു. നെക്സ്റ്റ് വൺ വൈറ്റ് ഡെക്കോമയാണ്. വൈറ്റ് ഡെക്കോമയുടെ ക്രീപ്പിംഗ് ടൈപ്പാണ്. ഇത് ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട്. ചട്ടിയിലായാലും നമുക്ക് വെട്ടി നിർത്തി പൂക്കളാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു ചട്ടിയിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തും ഇതിനെ വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് മർമലേഡ് ബുഷ്, ഫയർ ബുഷ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നല്ല ഓറഞ്ച് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത്. ഇതിനെ നിങ്ങൾക്ക് പോട്ടിലും വളർത്താം, നിലത്തും വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ പ്ലാന്റ് നന്നായിട്ട് പൂക്കളാവുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ കിട്ടിക്കഴിയുമ്പോൾ 2 ആഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ വെച്ച ശേഷം വേണം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റാനായിട്ട്. അടുത്തതായിട്ട് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ, ഗ്ലോറി പവർ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹൈഡ്രാഞ്ചിയൊക്കെ പോലെ തന്നെ കുറ്റിച്ചെടിയായി നിന്ന് നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും ചെറിയൊരു പ്രൂണിങ് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവുന്നത്. അടുത്തതായിട്ട് ഗാർഡീനിയ പ്ലാന്റ് ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഗാർഡീനിയ. ഗന്ധരാജ, സുഗന്ധരാജ, സുഗന്ധ റോസ് എന്നീ പേരെല്ലാം ഈ ഗാർഡീനിയയ്ക്കുണ്ട്. ഒരുപാട് പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു സ്രബ് വെറൈറ്റിയാണ് ഈ ഗാർഡീനിയ. അടുത്തതായിട്ട് പിങ്ക് ജാസ്മിനാണ്. പിങ്ക് ജാസ്മിൻ ഈ നമ്മുടെ മണിമുല്ലയൊക്കെ പോലെ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. നടുന്നതെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കൽ അത്യാവശ്യമാണ്. പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റാണ് ഈ പിങ്ക് ജാസ്മിൻ. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വൈറ്റ് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം. വിത്ത് പോട്ടായിട്ടാണ് പ്ലാന്റ് അയച്ചു തരുന്നത്. ചിലർക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് ആണെന്ന് കരുതി നമ്മളോട് ചോദിക്കാറുണ്ട്. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. ഏഞ്ചലോണിയയുടെ ഈ ഒരു കളറിലുള്ള, ഒരു പർപ്പിൾ കളറിലുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയ നല്ല വലിയ പ്ലാന്റ്സുകളാണ് 80 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചില പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പെൻറ്റാനസ് ആണ്. ബോർഡർ പ്ലാന്റായി ഉപയോഗിക്കാൻ വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ പെൻറ്റാനസ്. അടുത്തതായിട്ട് റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയുടെ നാടൻ വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ പൂക്കളും വലിയ ലീഫൊക്കെ ആയി നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടുതൽ പരിചരണം ഒന്നുമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഇക്സോറ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് കുറ്റിമുല്ലയാണ്. ഡബിൾ പെറ്റലോട് കൂടിയ കുറ്റിമുല്ല പ്ലാന്റ്സിന് വെറും 50 രൂപയാണ് പ്രൈസ് വരുന്നത്. കുറ്റിമുല്ലയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എല്ലാ സമയങ്ങളിലും കുറ്റിമുല്ലയിൽ പൂക്കളുണ്ടാകും. ഇത് കണ്ടില്ലേ, ഇതിൽ നിന്ന് പറിച്ചെടുത്ത് പൂക്കളാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് മെഡ്നില്ല പ്ലാന്റ് ആണ്. വെറും 50 രൂപയാണ് മെഡ്നില്ല പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ചെറിയൊരു പ്ലാന്റാണ് അയച്ചു തരുന്നത്, എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് ഒരല്പം ഷെയ്ഡിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ യെല്ലോ അബൂട്ട്ലോണാണ്. ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ്സുകളാണ് 100 രൂപയ്ക്ക് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യെല്ലോ അബൂട്ട്ലോണ് അത്യാവശ്യം ഡയറക്റ്റ് തന്നെ സൺലൈറ്റ് ആവശ്യമായൊരു പ്ലാന്റാണ്. നമ്മൾ ഈ പ്ലാന്റ്സിനെ ഷെഡിലൊന്നുമല്ല വെച്ചിരിക്കുന്നത്, നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയാണ്
സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബ്രൻഫെൽസിയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന പേരിലാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഒരു പൂ തന്നെ 3 നിറങ്ങളിൽ വിരിഞ്ഞ ശേഷമാണ് കൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പീലിയ പ്ലാന്റ് ആണ്. ഇതൊരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയ ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കൾക്കല്ല ഭംഗി, ഇലകൾക്കാണ്. നല്ലൊരു വെൽവെറ്റ് ടെക്സ്ചറോട് കൂടിയ പ്ലാന്റ് ആണിത്. ഇതിൽ കത്തിരി പോലെ ചെറിയ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അവയെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറ നമ്മൾ നേരത്തെ റെഡ് ഇക്സോറ കാണിച്ചതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഒന്നുമല്ല, നാടൻ വെറൈറ്റിയാണ്. വലിയ പൂക്കളുള്ള പ്ലാന്റ്സ് ആണ്. ഇതിനെ നിങ്ങൾക്ക് ചട്ടിയിലോ നിലത്തോ ഒക്കെ അനായാസം വളർത്തിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവറായ പ്ലാന്റ്സ് അല്ല, പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ മൾട്ടി പെറ്റലായി നിൽക്കുന്ന പൂക്കളുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 170 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ട് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ് കാണാൻ വളരെ ഭംഗിയാണ്. ഇതുപോലെ പോട്ടിലും സെറ്റ് ചെയ്യാം, നിലത്തും വളർത്തിയെടുക്കാം. സ്ട്രബായിട്ടും ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ്. അടുത്തതായിട്ട് മെലസ്ട്രോമ പ്ലാന്റ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ. ഒരുപാട് പേര് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് മെലസ്ട്രോമ പ്ലാന്റ്. ഇത് കുറച്ച് സമയം കൊണ്ട് ഒരു ട്രീ ആയി മാറുകയും ചെയ്യും കേട്ടോ. ഇടയ്ക്കിടെ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഒരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. പോട്ടിലും വളർത്താം, നിലത്തും വളർത്താം. 50 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് ടൈഗർ അബൂട്ട് ലോണാണ്. ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഈ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ്. നമ്മുടെ ഹിബിസ്കസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ് അബൂട്ട് ലോൺ പ്ലാന്റ്. 90 രൂപയ്ക്ക് തീരെ ചെറിയ പ്ലാന്റല്ല, അത്യാവശ്യം ഹെൽത്തിയായ പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വിൻ്റർ ജാസ്മിൻ ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുള്ള ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് വിൻ്റർ ജാസ്മിൻ. ജാതിമല്ലി എന്ന പേരിലൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോയി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വിൻ്റർ ജാസ്മിൻ. ഇതിൽ ഒരുവിധം എല്ലാ സമയങ്ങളിലും തന്നെ പൂക്കൾ കാണാറുണ്ട്. വലിയ പ്ലാന്റ്സുകളാണ് 90 രൂപയ്ക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ഇതിൻ്റെ വൈറ്റ് നമ്മൾ മുൻപ് കണ്ടിരുന്നു. അതേപോലെ തന്നെ അകത്തും പുറത്തും വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ബേർഡ് ഓഫ് പാരഡൈസ്. ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ മറ്റൊരു പ്രത്യേകത കട്ട് ഫ്ലവർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ പുറത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ വർഷത്തിലെല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകും. ഇൻഡോർ ആയിട്ടാണ് വളർത്തുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പൂക്കളുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ ഐപ്പോമിയ പ്ലാന്റ് ആണ്. ഐപ്പോമിയയുടെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല കേട്ടോ, നന്നായി ക്രീപ്പ് ചെയ്ത് പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഇതിൻ്റെ ഈ പൂക്കൾക്ക് വളരെ ഭംഗിയാണ്. ഒരു മജന്ത ഷെയ്ഡിലുള്ള പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് കാണാനായിട്ട് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമാണല്ലേ. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത്. മൊട്ടോ പൂക്കളൊക്കെ ആയി തുടങ്ങി നന്നായിട്ട് വള്ളി വീശി നിൽക്കുന്ന പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന് 490 രൂപയാണ് പ്രൈസ്. അക്കാലിഫ പ്ലാന്റ് ആണ്. ഇതിനെ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. നമുക്ക് നോർമൽ പോട്ടിലും വളർത്താം കേട്ടോ. അതുപോലെ ഒരു ഗ്രൗണ്ട് കവറിങ് ആയിട്ടും ഇതിനെ ഉപയോഗിക്കാം. ഓരോ നോഡിൽ നിന്നും ഇതിൽ പൂക്കളും ഉണ്ടാകും, അതുപോലെ തന്നെ വേരുകളും പൊട്ടി വരാറുണ്ട്. ചെറിയൊരു ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് ഈ പ്ലാന്റ്സ് കൂടുതൽ ഭംഗിയിൽ വളരുന്നതും നന്നായിട്ട് പൂക്കളുണ്ടാവുന്നതും. എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗമാകണം. നെക്സ്റ്റ് വൺ പ്രൈഡ് ഓഫ് ഇന്ത്യയാണ്. മണിമരുത് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. കട്ടിങ്സ് ഉപയോഗിച്ചും സീഡ് ഉപയോഗിച്ചും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ലെഗസ്റ്റോമിയയുടെ ഫ്ലവറിനോട് സാമ്യമുള്ള ഫ്ലവറുകളാണ് ഈ ഒരു പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ ഫ്ലവറിനും ഉള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഇക്സോറയാണ്. ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇക്സോറ പ്ലാന്റ്സ് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റി അല്ല, നാടൻ വെറൈറ്റികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പരിചരണം ഒന്നും ആവശ്യമില്ല. ഇതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും അതിനെ ചെറുതായി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അടുത്തതായിട്ട് കക്കാടമുല്ലയാണ്. കക്കാടമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള സെയിം സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിലെന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല ഹെൽത്തിയായി ബുഷിയായി നിൽക്കുന്ന പൂക്കളും പൊട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ്സാണ് അയച്ചു തരുന്നത്. ഇതിൽ പൂക്കളില്ലാത്ത സമയം ഉണ്ടാവാറേ ഇല്ല. പിങ്ക് ജാസ്മിൻ്റെ പൂക്കൾ പോലെ ബഡ് ഒരു പിങ്ക് ഷെയ്ഡിലും വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല തൂവെള്ള നിറത്തിലുള്ള പൂക്കളുമാണ് കക്കാടമുല്ലയ്ക്കുള്ളത്. അടുത്തതായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് മെച്ചുറാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റ്സുകളിൽ പോലും നിറഞ്ഞു പൂക്കളായി നിൽക്കുന്നുണ്ട്. ഓരോ നോഡിലും ലീഫിൻ്റെ ഓരോ നോഡുകളിലും ഇതിൽ നിറച്ചും പൂക്കൾ ഉണ്ടാവാറുണ്ട്. 1ഉം 2ഉം പൂക്കളൊന്നും അല്ല കേട്ടോ, പഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഈ ഒരു സൈസിൽ പോലും നിറഞ്ഞ പൂക്കളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോൺസ് വേർട്ടാണ്. ഈ സെൻറ്റ് ജോൺസ് വേർട്ടിൻ്റെ ഒരു പ്രത്യേകത നല്ല വെയിലത്ത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. മാത്രമല്ല പ്ലാന്റ്സ് കുറച്ചൊന്ന് മെച്ചുറായി കുറച്ചൊന്ന് ഹെൽത്തി ആയി ഇരിക്കുമ്പോഴാണ് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് മൾബറിയാണ് കേട്ടോ. ഒരുപാട് വലിയ ടൈപ്പ് മൾബറി അല്ല, ഒരു മീഡിയം സൈസിലുള്ള ഫ്രൂട്ടാണ്. ഈ ഒരു സൈസാണ് ഇത്. നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് കളക്ട് ചെയ്ത ഫ്രൂട്ടുകളാണ്. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് മൾബറി. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ജാം, ജ്യൂസ്, സ്ക്വാഷ് ഇവ ഉണ്ടാക്കുന്നതിനൊക്കെ മൾബറി ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട്. പട്ടുനൂൽ പുഴുവിൻ്റെ പ്രധാന ആഹാരം ഇതിൻ്റെ ഇലയായതിനാൽ തന്നെ ഇന്ത്യയിലുടനീളം ഇത് കൃഷി ചെയ്തു വരുന്നു. അടുത്തതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ഇതിൻ്റെ നടീൽ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ചാണകപ്പൊടിയും മണ്ണും ചേർത്തൊരു മിക്സ് ഉപയോഗിച്ച് നട്ടാൽ മതിയാകും. നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ നന്നായി ഇളക്കിയമുള്ള മണ്ണിൽ അല്പം ചാണകപ്പൊടി ചേർത്താൽ മതി. നെക്സ്റ്റ് വൺ വരുന്നത് അഗ്ലോണിമയുടെ റെഡ് വെറൈറ്റിയാണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അഗ്ലോണിമയുടെ പരിചരണമൊന്നും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നെക്സ്റ്റ് വൺ ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്. ഇത് ഡ്വാഫ് വെറൈറ്റിയാണ്. പ്ലാന്റ് സൈസ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് ഉയരം വെച്ച് പോകുന്ന പ്ലാന്റ്സുകളല്ല. കിട്ടിക്കഴിയുമ്പോൾ ഇത് വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയാതിരിക്കാനാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഹോയയാണ്. ഹോയയുടെ ഈ ഒരു റെഡ് വെറൈറ്റിക്ക് 50 രൂപയാണ് പ്രൈസ്. ജിഫി പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹോയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുക്കാം. എന്നാൽ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് വലിയൊരു പോട്ടിലോ അല്ലെങ്കിൽ നിലത്തോ ആണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി ക്രീപ്പ് ചെയ്ത് പോയി തന്നെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും. നെക്സ്റ്റ് വൺ ബ്ലൂ പാസിഫ്ലോറയാണ് കേട്ടോ. ഈ ബ്ലൂ പാസിഫ്ലോറയിൽ പാഷൻ ഫ്രൂട്ട് പോലെ ചെറിയ ഫ്രൂട്ടുകൾ ഉണ്ടായി കാണുന്നുണ്ട്. നമ്മളിത് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ ഇതൊരു അധികം മെച്യൂർ ആവാതെ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ പാസിഫ്ലോറ. പാസിഫ്ലോറയുടെ പിങ്കും അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ അഗ്ലോണിമയുടെ റെഡ് വൈനാണ്. ഇത് അടുത്ത കാലങ്ങളെ ആയുള്ളൂ നമ്മുടെ നഴ്സറികളിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട്. പുതിയൊരു വെറൈറ്റിയാണ്. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. പ്ലാന്റ് സൈസ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. വിത്ത് പോട്ടായിട്ടാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ തമ്പർജിയ ഇറക്റ്റ. ഈ തമ്പർജിയ ഇറക്റ്റ ഒരു സ്ട്രബ് വെറൈറ്റിയാണ് കേട്ടോ. കുറ്റിച്ചെടിയാണ്. നിങ്ങൾക്ക് പോട്ടിലായാലും നിലത്തായാലും ഒരുപോലെ വളർത്താം. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം എന്ന് മാത്രം. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല കുറ്റിച്ചെടിയായി നിർത്തുന്നതാണ് കൂടുതൽ ഭംഗി. ചെറിയ പ്ലാന്റ്സിൽ പോലും നന്നായി പൂക്കളുണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഐസ്ക്രീം ബീനാണ്. ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഈ ഒരു ഐസ്ക്രീം ബീൻ. അടുത്ത കാലത്താണ് നമ്മുടെ കേരളത്തിൽ ഇത് എത്തിത്തുടങ്ങിയത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഇത് അനുയോജ്യമായ ഒരു ഫ്രൂട്ടാണ് ഈ ഐസ്ക്രീം ബീന്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ഹാഫ് ഇൻഡോറാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ തിളക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് കൂടിയാണിത്. ചെറിയ ചെറിയ പൂക്കൾ എപ്പോഴും ഇതിൽ സുലഭമായി കാണാറുണ്ട്. ഹാങ്ങിങ് പോട്ടിലും സ്റ്റാൻഡ് പോട്ടിലും നന്നായി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്.
നെക്സ്റ്റ് വൺ ബ്ലൂ ജെയ്ഡാണ് കേട്ടോ. ബ്ലൂ ജെയ്ഡ് വർഷത്തിൽ ഒരു 5-6 തവണയൊക്കെ ഇതിൽ പൂക്കളായി കാണാറുണ്ട്. വലിയ പൂങ്കുലകളാണ് ഈ ബ്ലൂ ജെയ്ഡിന് ഉണ്ടാവാറുള്ളത്. ഒരുപാട് മെച്ചൂറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വർഷം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങുന്നുണ്ട്. നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാന്റ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ അഗ്ലോണിമയുടെ ഫയർ റെഡ് ആണ്. 220 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നതും. ഇതൊരു ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും അഗ്ലോണിമ പ്ലാന്റ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം ഇതിനെ വെക്കാനായിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് റൊസീഡയാണ് കേട്ടോ. റെഡ് റൊസീഡയുടെ അത്യാവശ്യം മെച്ചുറായി നിൽക്കുന്ന പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ബ്ലാക്ക് ലോക്കസ്റ്റിൻ്റെ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇതൊരു ട്രീ ആയി ഒരു മരമായി പോയി വലിയ പ്ലാന്റ് ആയിട്ടാണോ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതെന്ന്. ഇത് കണ്ടില്ലേ, ചെറിയ സൈസിലാണ് നന്നായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ അഗ്ലോണിമയുടെ ചൈന റെഡാണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വിത്ത് പോട്ടായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. 4-5 ലീഫുകളോടൊക്കെ കൂടി നിൽക്കുന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. എല്ലാം ഈ ഒരു സൈസിലുള്ളതാണ്. നെക്സ്റ്റ് വൺ പിങ്ക് ബഡ്ലിയാണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ തേൻ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നതായി കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേര് കൂടി വന്നത്. ഈ ബഡ്ലിയ പ്ലാന്റ്സിന് നല്ല സുഗന്ധമുള്ള പൂക്കൾ കൂടിയാണ് കേട്ടോ. അടുത്ത കാലത്താണ് ഈ ബഡ്ലിയ പ്ലാന്റ് നമ്മുടെ നഴ്സറികളിൽ വന്നു തുടങ്ങിയത്. പുതിയ വെറൈറ്റീസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ബഡ്ലിയ പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 150 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് അവക്കാഡോയുടെ പുള്ളോക്ക് വെറൈറ്റിയാണ്. 200 രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിന് പ്രൈസ് വരുന്നത്. കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും ചൂടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. എല്ലാവരുടെയും ഒരു സംശയമാണ്, ചൂടുള്ള പ്രദേശങ്ങളിൽ ഇതിൽ കായ പിടിക്കുമോ എന്നുള്ളത്. ഇത് പുള്ളോക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് റോസിഡോയാണ്. റോസിഡ പ്ലാന്റിന് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. ഇത് നിലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ടൊക്കെ ഒരു ട്രീ ആയി മാറുന്നുണ്ട്. നിങ്ങൾക്ക് നിലത്തും വളർത്താവുന്നതാണ്, അതുപോലെ തന്നെ പോട്ടിലും വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല മെച്ചൂർ പ്ലാന്റ്സുകളാണ്. അടുത്തതായിട്ട് അഗ്ലോണിമയുടെ പിങ്ക് വെറൈറ്റിയാണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഇതിന് കറക്റ്റ് കളറ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെളിച്ചമുള്ള ഭാഗങ്ങളിൽ വേണം ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. അടുത്തതായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. പ്യൂർ വൈറ്റ് അല്ല, ഒരു ലെമൺ വൈറ്റ് ആണ്. ഇത് നേരത്തെ ബ്ലൂവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഉയരം വെച്ച് പോകുന്ന ഒരു സൈസല്ല. അതുകൊണ്ട് തന്നെ ചെറിയ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മണ്ണോട് കൂടെ ഈ കവറിൽ തന്നെയാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ യെല്ലോ ടെക്കോമയാണ്. യെല്ലോ ടെക്കോമയുടെ ഡ്വാഫ് വെറൈറ്റി അല്ല, അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്നൊരു വെറൈറ്റിയാണ്. എന്നാൽ പോട്ടിലും അത്യാവശ്യം വലുപ്പമുള്ള പോട്ടിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറി പ്ലാന്റ് ആണ് കേട്ടോ. 60 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കാസിബൈ ഫ്ലോറയാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. എല്ലാ സമയങ്ങളിലും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് മഞ്ഞ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയാണ്. ഇതിന് പോട്ടിലോ നിലത്തോ ഒക്കെ അനായാസം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ടു പോകാതെ ഇതുപോലെ ബുഷിയായി നിന്ന് ഇതിൽ പൂക്കളുണ്ടാകും. ഇതാണ് പ്ലാന്റ് സൈസ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായൊരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് പെട്രിയാണ്. പെട്രിയയുടെ ബ്ലൂ കളറ് 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെട്രിയ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായ ഒന്നും നമ്മൾ പറയുന്നില്ല. അടുത്തതായിട്ട് വരുന്നത് ഓറഞ്ച് ടെക്കോമയാണ്.
ഓറഞ്ച് ടെക്കോമയുടെ വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റ് അല്ല, ചെറിയ ചെറിയ പൂക്കളുള്ള പ്ലാന്റ്സ് ആണ്. എന്നാൽ ഇതിലെന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് ഓറഞ്ചാണ്, നല്ലൊരു റെഡിഷിലേക്ക് വരുന്ന ഡാർക്ക് ഓറഞ്ചാണ്. പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ്സുകളാണ് 80 രൂപയ്ക്ക് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റയുടെ വൈറ്റ് ആണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ നഴ്സറിയിൽ എത്തിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. നമുക്കിത് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കിട്ടിയത്. വൈറ്റ് അലമാണ്ട ഫ്ലവറിനോട് സാദൃശ്യം തോന്നുന്ന പൂക്കളാണ് വൈറ്റ് തമ്പർജിയ ഇറക്റ്റ പ്ലാന്റ്സിൻ്റേത്. ഡയറക്റ്റ് സൺലൈറ്റും കുറച്ചൊന്ന് മെച്ചുറാകുന്നവരെ ഡെയിലി വാട്ടറിങ്ങും വേണമെന്നതൊഴിച്ചാൽ കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് തമ്പർജിയ ഇറക്റ്റ. അടുത്തതായിട്ട് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ലോലിപോപ്പിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് പിങ്ക് കമേലിയ പ്ലാന്റ് ആണ്. മൾട്ടി പെറ്റലായ പൂക്കളോട് കൂടിയ പ്ലാന്റാണിത്. 170 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പൂക്കളാണ് പ്ലാന്റിൽ ഉണ്ടാകുന്നത്. പ്ലാന്റ് സൈസ് ഇതല്ല കേട്ടോ, ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള മെച്ചൂർ പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബിഗ്നോണിയ ക്രീപ്പറാണ്. ഇത് നമ്മുടെ പെട്രിയൊക്കെ പോലെ അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോയി നമ്മുടെ ക്യാറ്റ്സ് ക്ലൗ ഒക്കെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റി അല്ല. മാത്രവുമല്ല ഈസിയായി ഇതിന് നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് മെലസ്ട്രോമയാണ് കേട്ടോ. വൈറ്റ് മെലസ്ട്രോമയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിന് വയലറ്റ് മെലസ്ട്രോം പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വളർത്തിയെടുക്കാനായിട്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. നല്ല അടഞ്ഞ മഴക്കാലത്ത് ഇതിനെ പോട്ടിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. റെഡിൻ്റെ ജിഫി പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു ഭംഗി നഷ്ടപ്പെടാതെ എന്നും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ലിപ്സ്റ്റിക് പ്ലാന്റുകൾ. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ലെൻഡാന പ്ലാന്റ് ആണ്. എന്നും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ആവശ്യമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ലെൻഡാന ഡോഫ് വെറൈറ്റി. ഈ ഒരു സൈസിൽ തന്നെ കണ്ടില്ലേ, നിറഞ്ഞ പൂക്കളാണ്. അടുത്തതായിട്ട് ആമസോൺ ബ്ലൂ ആണ്. ആമസോൺ ബ്ലൂവിന് വെറും 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റുമാണ്. മാത്രമല്ല പെട്ടെന്ന് കട്ടിങ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരുപാട് മെച്ചറാവുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അടുത്തതായിട്ട് മധുമാലതിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നോർമൽ പ്ലാന്റ്സുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പൂക്കളും ലീഫുകളും വളരെ വ്യത്യസ്തമാർന്നതാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, നല്ലൊരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു പൂക്കളാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിക്കുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ലീഫും വളരെ വ്യത്യസ്തമാണ്, വലിയ ലീഫുകളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ അലമാണ്ടയാണ്. യെല്ലോ അലമാണ്ടയുടെ ഡോഫ് വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റേ അല്ല, കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ അലമാണ്ടേൻ്റെ ഈ ഒരു ഡോഫ് വെറൈറ്റി. നോർമലി കാണുന്നത് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്, ഇത് കുറ്റിച്ചെടിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ചെറിയ ചെറിയ ലീഫുകളാണ് ഈ ഒരു ഡോഫ് വെറൈറ്റിക്കുള്ളത്. അടുത്തതായിട്ട് പാരിജാതം പ്ലാന്റ് ആണ്. പാരിജാതം ശരിക്കും ഒരു ട്രീ പ്ലാന്റ് ആണ്. എന്നാൽ ഇതിനെ പോട്ടിൽ വളർത്തിയാലും ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നുണ്ട്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ പാരിജാതം പ്ലാന്റ്സിനുള്ളത്. ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. അടുത്തതായിട്ട് ഹണിസക്കിളാണ്. വളരെ സുഗന്ധമുള്ള എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണിസക്കിള്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവുക എന്നത് മാത്രമല്ല, ഒരുപാട് മെച്ചുറാവാതെ തന്നെ ചെറിയ പ്ലാന്റ്സിൽ പോലും നന്നായിട്ട് നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണിസക്കിള്. അടുത്തതായിട്ട് റിബൺ ബുഷ് പ്ലാന്റ് ആണ്. ഇതൊരു അലങ്കാര ചെടി മാത്രമല്ല, ഔഷധ ചെടി കൂടിയാണ്. പഴുതാര ചെടി എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടാണ് ഇതിനെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും.
നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ആണ്. നമ്മുടെ ഗാർഡീനിയ പോലെ തന്നെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ഗോൾഡൻ ഗാർഡീനിയയ്ക്ക്. സൺഡേ വണ്ട് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. 3 ഷെയ്ഡിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വൺ കലാത്തിയ റോസി പ്ലാന്റ് ആണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കലാത്തിയ പ്ലാന്റ്സിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഇത് കരിഞ്ഞുണങ്ങി പ്ലാന്റ്സ് തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തതായിട്ട് മധുമാലതി പ്ലാന്റ് ആണ്. മധുമാലതിയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പൂക്കളൊക്കെ ആയി നിൽക്കുന്ന നല്ല മെച്ചുറായ വലിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഡ്വാഫ് വെറൈറ്റി കൂടിയാണ്. അടുത്തതായിട്ട് പൗഡർ പഫാണ്. പൗഡർ പഫിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങും. മാത്രമല്ല ഇതിന് നിലത്ത് അല്ലാതെ നിങ്ങൾക്ക് പോട്ടിലും വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. നിങ്ങൾക്ക് മുറ്റത്തൊക്കെ അത്യാവശ്യം ഷെയ്ഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിന് നിലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ട്രീ പോലെ വളർന്ന് നിറഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യും. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. അപ്പോൾ അൺബോക്സിങ് സമയത്ത് ഫോട്ടോയോ വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കിട്ടുന്ന സമയത്ത് എന്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് റീഫണ്ട് ചെയ്യുകയോ റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞുള്ള കംപ്ലൈൻറ്റുകൾ സ്വീകരിക്കുന്നതല്ല. ഓക്കെ, താങ്ക്